നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതാനും ചില സംസ്ഥാനങ്ങളിൽ BJP നടത്താൻ പോകുന്ന അട്ടിമറി നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നണി വീണ്ടും അതിശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ 15ഓളം വോട്ടുകൾ എങ്ങനെ മാറ്റപ്പെട്ടു? വോട്ട് ചോരി നിങ്ങളുടെ മുന്നണിയിൽ തന്നെ നടക്കുന്നതിൽ ഇതിലും മികച്ച ഉദാഹരണമുണ്ടോ എന്ന് BJP നേതൃത്വം കളിയാക്കി. ബംഗാളിലും അസാമിലും വലിയ തോതിൽ NRC നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു രീതിയിലും BJP നേതൃത്വം മുസ്ലിങ്ങളെയോ മറ്റ് മതവിഭാഗങ്ങളെയോ ഇവിടെ ഒന്നാം പൗരന്മാരായി അംഗീകരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്ന രീതിയിലേക്കാണ് അവരുടെ നിലപാട്. അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്, ഏതെങ്കിലും വിധേയനെ അസാമിൽ ഇനിയൊരു മുസൽമാൻ നിയമസഭയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നടപടിയെടുക്കും. അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന ഗുണം എന്ന രീതിയിലുള്ള വർഗീയ പരാമർശമാണ് നടത്തിയത്. ഒന്ന് ആലോചിക്കണം, എത്ര മ്ലേച്ഛമാണ് ഇയാൾ പറയുന്ന വാക്കുകൾ. ഇയാൾ പഴയൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ഓർമ്മിക്കണം. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോകുമ്പോൾ അവർ ഒന്നാം തരക്കാരായി അവരെ അമിത്ഷായും നരേന്ദ്രമോദിയും പരിഗണിക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ് സാധാരണക്കാർ. അതിനോടൊപ്പം തന്നെ ത്രിപുരയിൽ മനസമാധാനം വീണ്ടെടുക്കാൻ സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം BJP ഒളിഞ്ഞും തെളിഞ്ഞും വീണ്ടും അവലംബിക്കുകയാണ്. എങ്ങനെയെങ്കിലും വീണ്ടും ധീരൻ സിംഗിനെ കൊണ്ടുവരാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റൊരു BJP നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ? നിലവിൽ ഐക്യജനതാദൾ ഉൾപ്പെടെ മണിപ്പൂരിൽ BJPക്കുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അവിടെ ഏതെങ്കിലും വിധേന അവിടെ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ലക്ഷ്യം. മണിപ്പൂരിൽ സ്വാഭാവികമായും 2027 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും, കാരണം കാലാവധി കഴിയുകയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ വിവാദം ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ നെഞ്ചത്തേക്ക് കയറാനുള്ള ശ്രമമാണ്. മണിപ്പൂരിലെ 2 ലോക്സഭാ MPമാരും കോൺഗ്രസ്സുകാരാണ്. ആൽഫ്രഡ് ആർദൂറും അംഗോംച ബിമോലുമാണ് 2 MPമാർ. അവർ കൃത്യമായി പറയുന്നു, കോൺഗ്രസ്സിന് ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ 60-ൽ 60 തൂത്തുവാരാൻ കഴിയുന്ന സാഹചര്യമാണ് എന്നുള്ളത്. മണിപ്പൂരിലും മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാറ്റ് BJPക്ക് പ്രതികൂലമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അസാമിൽ അത് കൃത്യമായി സ്ഫുരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് പുതിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമൊക്കെ അനധികൃത കുടിയേറ്റക്കാർ പല സംസ്ഥാനങ്ങളിലൂടെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയും നുഴഞ്ഞു കയറുകയാണ്, ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് NRC നടപ്പിലാക്കണം, വോട്ടർ പട്ടിക പരിഷ്കരിക്കണം, 3-ൽ 2 പേർ മാത്രമേ വോട്ടവകാശത്തിന് അർഹരായി ഉള്ളൂ. ആ പറയുന്നതിൻ്റെ ധ്വനി ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.